പ്രശാന്ത് അലക്സാണ്ടർ നമ്മളിപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ ചലച്ചിത്ര ലോകത്ത് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗും നിറസാന്നിധ്യമായിരുന്നല്ലോ. ക്രിക്കറ്റിനോട് വലിയൊരു സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ ആളുകളായി തന്നെ. അപ്പോൾ എന്നാലും ഇന്ത്യക്കാണ് ടോസ്. ഇന്ത്യ പാകിസ്ഥാനെ ആദ്യം ബാറ്റ് ചെയ്യാൻ അയച്ചിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ ഒരു പ്രതീക്ഷ പ്രശാന്ത്? ഏറെ പ്രതീക്ഷയോടെയാണ് ഈ മാച്ചിനെ കാണുന്നത്. ചേസ് ചെയ്യാൻ ഇന്ത്യ എപ്പോഴും ഒരു മിടുക്ക് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫൈനലിൽ വളരെ ശരിയായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ടോസ് ലഭിച്ച് എതിരാളികളെ ബാറ്റിങ്ങിന് അയച്ച് ടാർഗറ്റ് മുന്നിൽ വെച്ച് അത് ചേസ് ചെയ്ത് വിജയത്തിലേക്ക് എത്തുക എന്നുള്ള ഇന്ത്യയുടെ സ്ട്രാറ്റജി വളരെ കറക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഏതാണ് ഈ ടീമിലൊരു ഏറ്റവും ഗംഭീര പ്ലെയർ, എക്സ് ആയിട്ടുള്ള ഫാക്ടർ ആവാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? നമ്മുടെ ഓപ്പണർ അഭിഷേക് ആണ്. ഈ ടൂർണമെന്റ് ഉടനീളം അദ്ദേഹത്തിന്റെ ഓപ്പണിങ് സ്ഫോടനാത്മകമാണ്. അദ്ദേഹം ക്രീസിലുള്ള സമയത്ത് എതിർ ടീമിലെ ബോളർമാർക്ക് ഒരിക്കലും മനസ്സമാനത്തോടെ ബോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം അത് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ടുള്ള ബാറ്റിംഗ് നേരം ഒക്കെ തന്നെ ഒരു പ്ലെയറിനെ പോലും നമുക്ക് എതിർ ടീമിലെ ബോളർമാർക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്ലെയർ പോലും ശുഭ്മാൻ ഗിൽ ഒഴികെ ഒരു പ്ലെയർ പോലും ഇപ്പോഴും ടീമിലില്ല. ഗില്ല് ഇതുവരെ ശോഭിച്ചില്ലെങ്കിലും ഗില്ലും വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഏത് സമയവും അദ്ദേഹവും ഫോമിലേക്ക് തിരിച്ചെത്താവുന്ന ഒരവസ്ഥയാണുള്ളത്. തിലക് വർമ്മ കഴിഞ്ഞ കളിയിൽ മികച്ച ഫോമിലെത്തി. സഞ്ജു സാംസൺ ആദ്യത്തെ മാച്ച് തൊട്ട് തന്നെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി വളരെ കൃത്യമായി ചെയ്യാൻ നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്ട്രൈക്കർ റൊട്ടേറ്റ് ചെയ്ത് അവസാന ഓവറുകളിലേക്ക് എത്തിയിട്ട് അടിച്ച് തകർക്കുക എന്നുള്ളതായിരിക്കണം സഞ്ജു സാംസന്റെ മേലിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം. അതുകൊണ്ടായിരിക്കാം മിഡിൽ ഓർഡറിൽ അദ്ദേഹത്തിനെ കീപ്പ് ചെയ്തേക്കുന്നത്. അപ്പോ ഇന്ന് റിങ്കു സിംഗ് കളിക്കുന്നുണ്ട്. റിങ്കു സിംഗും ഈ പറഞ്ഞ പോലെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. എതിർ ടീമിലെ നമ്മളെപ്പോഴും പാകിസ്ഥാൻ ടീമിനെ കാണുന്നത് മികച്ചൊരു ബോളിംഗ് നിരയായിട്ടാണ്. പക്ഷെ ഈ ടൂർണമെന്റിൽ നമുക്ക് അത്ര ശക്തമായ ഒരു ബോളിംഗ് നിരയായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ആദ്യം ബാറ്റ് ചെയ്തത് വലിയൊരു നാണക്കേടിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ ശക്തി വെച്ച് നോക്കുമ്പോൾ. പിന്നെ ക്രിക്കറ്റാണ്, അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. എന്നിരുന്നാലും കടലാസിൽ ഇന്ത്യ വളരെ സ്ട്രോങ് ആണ് ഇൻ ടേംസ് ഓഫ് ബാറ്റിംഗ്. ഈ ഹാർദിക് പാണ്ഡ്യ ഇന്നില്ല പ്രശാന്ത്, അത് ഒരു തിരിച്ചടിയാകുമോ? ഹാർദിക് പാണ്ഡ്യ ഒരു ടീമിന്റെ ബാലൻസ് നിലനിർത്തുന്ന ഒരു പ്ലെയർ ആണ്, ഒരു മികച്ച ഓൾറൗണ്ടർ ആണ്. ഹാർദിക്കിന് പകരം വന്നിരിക്കുന്നത് റിങ്കു സിംഗ് ആണ്. അദ്ദേഹം ഒരു ഓൾറൗണ്ടർ അല്ല. അപ്പൊ നമ്മളൊരു ഓൾറൗണ്ടറെ ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. എന്നാലും അതൊരു വലിയ തിരിച്ചടിയാവാൻ, അതായത് ഇന്ത്യക്ക് ചലഞ്ച് നൽകുന്ന ഒരു ടീം ഇതുവരെയും ഏഷ്യ കപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ക്വാളിറ്റിയെ മാച്ച് ചെയ്യുന്ന ഒരു ടീമിനെ ഏഷ്യ കപ്പിൽ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതൊരു വലിയ ചലഞ്ച് ആണെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഫൈനലിൽ നമ്മളൊരു ഇതുവരെ കളിക്കാത്തൊരു പ്ലെയറിനെ ടീമിലേക്ക് ഉൾപ്പെടുത്താനുള്ള ധൈര്യമൊന്നും സാധാരണഗതിയിൽ ഒരു ഫൈനലിൽ കാണിക്കാറില്ല. പക്ഷെ അതിലേക്ക് നമ്മൾ എത്തിയതിന്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ ടീമിലും പരീക്ഷണങ്ങൾ നടത്താനുള്ള അവസരമുള്ളത് കൊണ്ടും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ചലഞ്ചായിട്ടൊന്നും തോന്നുന്നില്ല. റൈറ്റ്. ഡോക്ടർ അജിത് കുമാർ, ഞാൻ താങ്കളെ കാണുന്നുണ്ടായിരുന്നു ഫ്രെയിമിൽ, മുകളിലേക്ക് നോക്കുന്നത്. താങ്കൾ ടി വി സ്ക്രീനിലേക്ക് നോക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിച്ചു എന്ന് തോന്നുന്നു അല്ലേ? അതായത് ഒന്ന്, ക്യാപ്റ്റന്മാർ ഒന്നിച്ച് നിന്നിട്ടില്ല. രണ്ട് കമൻറ്റേറ്റേഴ്സ് ടോസിൻ്റെ സമയത്ത് ഒരാൾ സൂര്യകുമാർ യാദവിനോടും ഒരാൾ സൽമാൻ അഗിയോടും ചോദിക്കുന്നു. രണ്ട് കമൻറ്റേറ്റേഴ്സ്. ഒപ്പം തന്നെ ഈ കപ്പ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഏഷ്യ കപ്പ് കിരീടത്തിനൊപ്പമുള്ള രണ്ട് ക്യാപ്റ്റന്മാർ ചേർത്ത് നിർത്തിയുള്ള ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നില്ല. ചോദ്യം, ഈ കപ്പ് ഏറ്റവും ഒടുവിൽ ആർക്ക് കൊടുക്കാൻ, ഇന്ത്യക്കാണ് ജയമെങ്കിൽ അവിടെ കൊടുക്കാൻ സൂര്യകുമാർ യാദവിനും ഇന്ത്യൻ ടീമിനും സ്വീകാര്യനായിട്ടുള്ള ഒരാൾ വരേണ്ടി വരില്ലേ? വാങ്ങിക്കുന്നത് നഖ്വി കൊടുക്കണമെന്നുണ്ടല്ലേ നിങ്ങൾ പറഞ്ഞ? ICC പ്രസിഡന്റ് ഇപ്പൊ നഖ്വിയാണ്. അദ്ദേഹത്തിന്റെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് അല്ലേ കൊടുക്കേണ്ടത്? ആ സമയത്തൊന്നും അത്ര ഇത് കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാര്യം അവര് തമ്മിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇന്ത്യ പാകിസ്ഥാൻ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. പക്ഷെ കപ്പ് വാങ്ങിക്കാനായിട്ട് നഖ്വിയാണ് കപ്പ് കൊടുത്തുകൊണ്ട് ഇന്ത്യക്കാർ വാങ്ങിക്കില്ല എന്ന് തന്നെ അതെനിക്ക് തോന്നുന്നില്ല. അത്രയും ലെവലിലേക്ക് നമ്മൾ പോകുന്നില്ല. കാര്യം ശരിയാണ്. ഇപ്പം ഇത്തവണത്തെ ഇപ്പൊ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റിന്റെ ട്രോഫി കൊടുക്കേണ്ടത്. അതിപ്പം അതിനു മുമ്പ് ശരത് പവാറൊക്കെ അതിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന സമയത്ത് ആരുവാണെങ്കിലും റിസീവ് ചെയ്യും. അതൊരു വലിയ ഇഷ്യൂ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ വിജയിക്കും, നഖ്വിയൊക്കെ ആയിരിക്കും. മാത്രമല്ല നഖ്വിയാണ് പാകിസ്ഥാൻ അഗൻസ്റ്റ് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തത്. പാകിസ്ഥാൻ എന്താ പറഞ്ഞേ, പൈക്രോഫ്റ്റിനെ മാറ്റണം എന്ന് പറഞ്ഞപ്പോ
അത് പറ്റില്ല എന്നുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്ത് നക്വിയാണ്. അപ്പൊ അതുകൊണ്ട് ACC പ്രസിഡന്റ് എന്ന നിലയിൽ നക്വി ഹാസ് ബീൻ അബ്സല്യൂട്ട്ലി ഫെയർ. അപ്പൊ അതുകൊണ്ട് നക്വിയുടെ അടുത്തുനിന്ന് എന്താണ് ട്രോഫി വാങ്ങിക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്, അതെ, നമുക്ക് നോക്കാം, കാത്തിരിക്കാം. എന്നാലും ഞാൻ വിനു മോഹനോട് ഇക്കാര്യം ചോദിക്കട്ടെ. വിനു, ഈ ഒരുപാട് ഉരസലുകൾ, ഒരുപാട് വിവാദങ്ങൾ, ഈ പ്രത്യേകിച്ചും പഹൽഗാം ഭീകരാക്രമണവും അല്ലെങ്കിൽ അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ, ആദ്യം സൂര്യകുമാർ യാദവ് അത് കളിക്കളത്തിൽ ഷെയ്ഖ് ഹാൻഡ് തയ്യാറായില്ല, പിന്നീട് മൈതാന മധ്യത്തിൽ തന്നെ പറയുന്നു ഇത് പഹൽഗാമിൽ അവിടെ മരിച്ച ആളുകൾക്കുള്ള സമ്മാനമാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്നെന്ന്. അതിനുശേഷം അടുത്ത മത്സരങ്ങളിൽ പാകിസ്ഥാന് പ്രകോപനം ഉണ്ടാകുന്നു, ആംഗ്യം കൊണ്ട് കാണിക്കുന്നു, അങ്ങനെ പലതരത്തിൽ. അപ്പോൾ ഇത്തരത്തിൽ ഈ കളിക്കളത്തിലേക്ക് ഇത്തരം വിഷയങ്ങൾ ഒക്കെ വരുന്നത് വിനു മോഹൻ എങ്ങനെയാണ് ഒരു ക്രിക്കറ്റ് ആസ്വാദകൻ എന്ന നിലയിൽ കാണുന്നത്? അതൊരു രാഷ്ട്രീയമായിട്ട് ഞാൻ കരുതുന്നില്ല, അതൊരു രാഷ്ട്രബോധമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. കാരണം നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളുടെ പൊളിറ്റിക്കൽ സിസ്റ്റം അല്ല. അതിനേക്കാളുപരി ഒരു രാജ്യസ്നേഹി അല്ലെങ്കിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന നമുക്കൊരു പൗരബോധമുണ്ട്, നമ്മുടെ രാജ്യത്തോട് നമുക്ക് കൂറുണ്ടെങ്കിൽ അതൊരു രാജ്യബോധമായിട്ട്, ഒരു രാഷ്ട്രീയ ബോധമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആ ഒരു ബോധമുള്ള ഏതൊരാളും ഈ തരത്തിൽ തന്നെ പ്രവർത്തിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനായാലും ഓഫ്കോഴ്സ് നമ്മൾ ആരായാലും നമുക്ക് രാഷ്ട്രത്തോടൊരു സ്നേഹവും രാഷ്ട്രത്തോടൊരു രാഷ്ട്രബോധവും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ തരത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. റൈറ്റ്, ഓക്കെ. തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള ഇവിടെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അഭിലാഷ് പിള്ള, ഇന്ത്യയുടെ മത്സരങ്ങളൊക്കെ എപ്പോഴും കാണുന്നതെന്ന് എനിക്കറിയാം, എങ്കിൽ പോലും ഇന്ന് ടോസ് നേടി ഇന്ത്യ പാകിസ്ഥാനെ ബാറ്റിങ്ങിന് അയച്ചിരിക്കുകയാണ്. ഹാർദിക് പാണ്ഡ്യ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഇന്ത്യക്ക് ഒരു അല്പം ഒരു നേരിയ ആശങ്കയുള്ളത്. പക്ഷേ അത് മറികടക്കാൻ ഈ ഇന്ത്യൻ സംഘത്തിന് കഴിയുമെന്നുള്ള വിശ്വാസമില്ലേ? പിന്നെ തീർച്ചയായിട്ടും, കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് നല്ലതായിട്ട് തന്നെ ഇന്ത്യ ചേസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഗുണം ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഹാർദിക് പാണ്ഡ്യ ഇല്ലാന്ന് ഈ ഒരു സീരീസിൽ ഇതുവരെ എല്ലാ കളികളും നന്നായി കളിച്ചൊരു പ്ലെയർ ഇല്ലാത്തത് നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും അതിനെ മറികടക്കാനുള്ള ഒരു സ്ട്രോങ് ലൈനപ്പ് നമുക്കുണ്ട്. അപ്പൊ എന്തായാലും ഈ ടൂർണമെന്റ് തന്നെ ഇത് 3ാമത്തെ തവണയാണ് ഇന്ത്യ പാകിസ്ഥാൻ നേരിടുന്നത്. അപ്പം നമുക്കറിയാം കഴിഞ്ഞ 2 തവണയും നമ്മൾ എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിച്ചത്. അപ്പൊ ഉറപ്പായിട്ടും ഇന്ന് കപ്പ് നമ്മൾ അടിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ട്. ഓക്കെ, അഭിലാഷ്, ഈ മത്സരങ്ങളെല്ലാം കണ്ടപ്പോൾ ആരായിരുന്നു ഫേവറേറ്റ്? സ്വാഭാവികമായിട്ടും അഭിഷേക് ശർമ്മ എന്നായിരിക്കും പറയാ, അല്ലേ? തീർച്ചയായിട്ടും, കാരണം ഇത്തവണ ഈ ഭയങ്കര സർപ്രൈസ് ആണ്. കാരണം എല്ലാ കളികളിലും അയാളുടെ ഒരു ബാറ്റിംഗ് പരിപാടി ഭയങ്കരമായിട്ട് വർക്കായി. ഇപ്പൊ കഴിഞ്ഞ കളിയിലാണെങ്കിലും അതിന് മുന്നത്തെ ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാനെ കളിച്ചപ്പോഴായാലും ഒക്കെ എന്താ പറയാ, നമുക്കൊരു പുതിയ സ്ട്രോങ് ഇന്ത്യൻ ടീമിനെ കിട്ടിയൊരു ഫീലായി. കാരണം നമ്മുടെ മെയിൻ പ്ലെയേഴ്സ് ആരും ഇല്ല അങ്ങനെയുള്ളവരെ. അതിനുശേഷം വന്ന ഇപ്പോഴത്തെ ഒരു ടീമിൽ എനിക്ക് തോന്നുന്നു അഭിഷേക് വന്നപ്പോഴത്തേക്ക് ആ ഓപ്പണിംഗ് ലൈനപ്പ് പഴയ സേവാഗിന്റെയും അല്ലെങ്കിൽ പണ്ട് നമുക്ക് കുറെ ഫേവറേറ്റ് ഓപ്പണേഴ്സ് ഉണ്ടായി, ഇപ്പൊ രോഹിത് ആയാലും എല്ലാം. അപ്പൊ അവരുടെ ഒരു അഭാവത്തിൽ ഇന്ത്യൻ ടീമിനെ അത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഓപ്പണറെ കിട്ടി. അതൊരു വലിയൊരു എന്താ പറയുക, ഈ ജനറേഷനിലെ ഏറ്റവും വലിയൊരു പ്ലെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇനിയും ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ആയിട്ട് ഫീൽ ചെയ്തു. റൈറ്റ്, താങ്ക് യു സോ മച്ച് അഭിലാഷ് പിള്ള. എന്തായാലും ആശംസകൾ അറിയിച്ചതിന് നന്ദി. മിന്നു, നമ്മളെന്തായാലും ഈ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട സഞ്ജു വി സാംസൺ ഉണ്ടല്ലോ, സഞ്ജു വി സാംസണിനെ ഏത് പൊസിഷനിൽ ഇറക്കണം എന്നാണ് മിന്നുവിൻ്റെ ആഗ്രഹം? കാരണം സഞ്ജുവിൻ്റെ ഒരു ജെന്യുവൻ പൊസിഷൻ അല്ല ഇപ്പോൾ നിലവിലുള്ളത്. മിഡിൽ ഓർഡർ ബാറ്ററിനേക്കാൾ നല്ലത് അദ്ദേഹം ഓപ്പണറായിട്ടോ വൺ ഡൗൺ ആയിട്ടോ എത്തുന്നതാണ്. മിന്നു എങ്ങനെയാണ് സഞ്ജുവിനെ നോക്കിക്കാണുന്നത് ബാറ്റിംഗ് പൊസിഷനിൽ? എന്നെ സംബന്ധിച്ച് അങ്ങനെ എക്സാക്ട് പൊസിഷൻ എന്നൊക്കെ അത് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള ഒരു ആളല്ല ഞാൻ. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ സഞ്ജു ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മൾ കണ്ടിട്ടുണ്ട് സഞ്ജു ചേട്ടൻ ടോപ്പ് ഓർഡറിൽ കളിക്കുന്നതാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഓപ്പണിംഗ് അതേപോലെ 1, 2, 3 ഒക്കെ കളിക്കുന്നതാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ റീസെന്റ് മിഡിൽ ഓർഡറിൽ കളിച്ച് ഗംഭീര പെർഫോമൻസ് വന്നതും നമ്മൾ കണ്ടു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലും ഏതൊരു സാഹചര്യത്തിലും ഏത് ഓർഡറിൽ വന്നു കഴിഞ്ഞാലും സഞ്ജു ചേട്ടന്റെ കളി കളിക്കാൻ അറിയാം എന്നത് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവസരം കിട്ടണം എന്ന് മാത്രമാണ് എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഉള്ളൊരു ആഗ്രഹം. സഞ്ജു ചേട്ടന് അവസരം കിട്ടട്ടെ, കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നല്ല രീതിയിൽ തന്നെ സഞ്ജു ചേട്ടൻ ഉപയോഗിക്കാൻ അറിയാമെന്നും ഞാൻ വിശ്വസിക്കുന്നു. റൈറ്റ്, മിന്നു സൂചിപ്പിച്ച തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ അജിത് കുമാർ, നമ്മൾ നേരത്തെ ഈ ടെലിവിഷൻ ചർച്ചയ്ക്കിടെയല്ല, അതിനു മുമ്പ് ഫോണിൽ സംസാരിച്ചപ്പോൾ ഡോക്ടർ അജിത് കുമാർ പറഞ്ഞിരുന്നു ഈ അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് കണ്ടാൽ അതിൽ വീരേന്ദർ സേവാഗിനെ ഓർമ്മിക്കുന്നു എന്നുള്ളത്.
അത് തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു വീരേന്ദർ സെവാഗാണോ ഇനി ഒരു മിക്സ് ആണോ കണ്ടത്? വീരേന്ദർ സെവാഗ് പ്ലസ് ഒരു ഗാംഗുലി സ്റ്റൈൽ ഓഫ് അറ്റാക്ക്, അങ്ങനെ എന്താണ് തോന്നിയത്? അല്ല, സേവാഗിനെ ഓർപ്പിക്കുന്നത് നമ്മളിപ്പോ 2011 ലോകകപ്പ് ഒന്ന് എടുത്തു നോക്കിയാൽ ഇന്ത്യ ഒരുവിധം എല്ലാ മാച്ചസിലും പോകും, ടോസ് വിൻ ചെയ്ത് ബാറ്റിംഗ് ചെയ്തു. എല്ലാ മാച്ചിലും ഫസ്റ്റ് ബോൾ സേവാഗ് ബൗണ്ടറി അടിച്ചു. ആ ഒരു ഫസ്റ്റ് ബോൾ ബൗണ്ടറി തന്നെ ടീമിന്റെ ആത്മവിശ്വാസമാണ് വർദ്ധിക്കുന്നത്. ബോളറിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ വിചാരിച്ച ആദ്യം ബംഗ്ലാദേശിന്റെ മാച്ചിൽ അദ്ദേഹം 175 എടുത്തപ്പോഴും ആദ്യത്തെ ബോൾ ബൗണ്ടറി, അടുത്ത ഇംഗ്ലണ്ടായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹം 118 എടുത്തപ്പോഴും ആദ്യത്തെ ബോൾ ബൗണ്ടറി. എല്ലാ മത്സരങ്ങളും ഓസ്ട്രേലിയൻസിനും ഫസ്റ്റ് ബോൾ ബൗണ്ടറി. ആകെ പാകിസ്ഥാനോട് മാത്രം അദ്ദേഹം ഫെയിൽ ചെയ്തുള്ളൂ, ബാക്കി എല്ലാ മത്സരത്തിലും ഫസ്റ്റ് ബോൾ ബൗണ്ടറി. ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. അഭിഷേക് തന്നെ ഇപ്പൊ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനായിട്ടുള്ള ഫസ്റ്റ് ബോൾ ബൗണ്ടറി, രണ്ടാമത്തെ മത്സരത്തിൽ ഫസ്റ്റ് ബോൾ സിക്സർ. അപ്പം ഫസ്റ്റ് ബോൾ മുതല് ഒരു അഗ്രസീവ് ആയിട്ട് ഇതുവരെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൽ നമ്മൾ കണ്ടിരിക്കുന്നത് സേവാഗ് തന്നെയാണ്. സേവാഗിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല. എനിക്കുള്ള ആദ്യമായിട്ടാണ് ഒരു ലെഫ്റ്റ് ഹാൻഡഡ് സേവാഗ് ആയിട്ട് അഭിഷേക് വന്നിരിക്കുന്നത്. അതാലോചിച്ചാണ് താങ്കളോടുള്ള ആ ഒരു പേഴ്സണൽ ടോക്ക് ഞാൻ പറയാനുള്ള റീസൺ. ബോളേഴ്സിന് സേവാഗിന് ബോൾ ചെയ്യാൻ പേടിയായിരുന്നു. അതേ സിറ്റുവേഷൻ ആണ് ഇപ്പൊ അഭിഷേകും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബോളേഴ്സിന് ആദ്യത്തെ വന്ന് അദ്ദേഹത്തെ ബോൾ ചെയ്യുന്ന ബോളേഴ്സിന് ഉള്ളിൽ നിന്ന് ഭയങ്കര, കാരണം എവിടെ ബോൾ ചെയ്താലും അഭിഷേകിന്റെ എന്താ പറയുക സ്ട്രോക്ക് പ്ലേ, അതിനെ കുറിച്ച് യാതൊരു സംശയം വേണ്ട. അദ്ദേഹം ഗുഡ് ലെഗ് ആയാലും ഹിറ്റ് യു ഫോർ 4, ഷോർട്ട് ആയാലും ഹിറ്റ് യു ഫോർ 6, അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് അഭിഷേക് ഇട്ടിരിക്കുന്നത്. അതാലോചിച്ചിട്ടാണ് സേവാഗ് ഇതേ സ്റ്റൈലായിരുന്നു. വൺ ഡേക്ക് അത് ODI വേൾഡ് കപ്പ് ആയിരുന്നു, T20 വേൾഡ് കപ്പിൽ അത് തന്നെ ഫസ്റ്റ് ബോൾ തന്നെ അദ്ദേഹം ഈ ബൗണ്ടറിയിലേക്ക് ഡിസ്പാച്ച് ചെയ്യുക എന്നുള്ളത് ടീമിനും ആത്മവിശ്വാസവും ബോളിംഗ് സൈഡിന് വളരെയധികം ഒരു ഡിമോറലൈസ്ഡ് ആവുന്നതും ആ ഒരു ഇഫക്റ്റ് തീർച്ചയായിട്ടും ഈ ടൂർണമെന്റിൽ അഭിഷേകിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ ഇത് പറയാനുള്ള കാരണം. എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ അജിത് കുമാർ, ഒപ്പം പ്രശാന്ത് അലക്സാണ്ടർ. ഞാൻ മിന്നു മണിയിലേക്ക് കൂടി ഒന്ന് മടങ്ങിപ്പോവാണ്. മിന്നു, ഈ മത്സരം തുടങ്ങുമ്പോൾ 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഈ ഇപ്പോഴത്തെ ടീമിൽ വ്യക്തിപരമായി സൗഹൃദമുള്ള താരങ്ങളുണ്ടോ ഇന്ത്യൻ മെൻസ് ടീമിൽ? അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ഒരു സൗഹൃദം എന്ന് പറയാനൊന്നുമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമായിരുന്നു നമ്മുടെ സൂര്യകുമാർ സാറിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ബാംഗ്ലൂർ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ കുറച്ച് ദിവസം പ്രാക്ടീസിനിടയിലും വർക്കൗട്ടിനിടയിലും ഒക്കെ നമ്മൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളിൽ ഒരാളായിട്ട് വന്ന് നമ്മളോട് നിന്ന് സംസാരിച്ച് ഇടപെട്ട ഒരു വ്യക്തിയാണ് സൂര്യകുമാർ സാറ്. അങ്ങനെയുള്ളൊരു സൗഹൃദം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേറെ ആരുമായിട്ട് അങ്ങനെ അത്രയ്ക്കും സൂര്യകുമാർ സാറിന്റെ പോലെ വേറെ ആരുമായിട്ട് അങ്ങനെ ഒരു അടുത്ത് ഇടപെടാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഇത് ന്യൂസ് 18 കൂടെ തന്നെ ആശംസ നമുക്ക് നേരാം. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള മിന്നു മണിക്ക് എന്താണ് ഇന്ത്യൻ മെൻസ് ടീമിന് ഏഷ്യ കപ്പ് ഫൈനൽ ഇറങ്ങാൻ പോകുന്ന ഇറങ്ങാൻ പോവാണ് അവരോട് ആശംസയായിട്ട് അറിയിക്കാൻ പോകുന്നത്?